കർക്കിടകത്തിൽ നമ്മളോട് എന്തെങ്കിലും ഇലക്കറികളൊക്കെ കഴിക്കാൻ പറയുന്നില്ലേ, അങ്ങനെ ഇറങ്ങിയതാട്ടോ ഞാൻ വയലിൽ നോക്കുമ്പോൾ അത് നമ്മളെ പൊന്നാങ്കണ്ണി ചീര നിറയെ തോട്ടിൽ. പണ്ട് കുളവായി കേട്ടോ തോട്ടിൽ നിറച്ച്, ഇപ്പോൾ അതിൽ കൂടുതൽ പൊന്നാങ്കണ്ണി ചീര എല്ലാം കൂടി പടർന്ന് പന്തലിച്ച് കിടക്കുക. ഞാനതിൽ നിന്ന് കുറേ അങ്ങ് പറിച്ചെടുത്ത് കേട്ടോ. കണ്ടോ, ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു സംഭവം കേട്ടോ. ഇത് ഉപ്പേരി വെച്ച് തിന്നാലും സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിത് ഉപ്പേരി വെച്ചിട്ടാണ് ചോറുന്നാൻ പോകുന്നത്. അപ്പോൾ വാ, നമുക്ക് ഉപ്പേരി വെച്ച് ചോറുന്നാലോ. നമ്മൾ പറിച്ചുകൊണ്ടുവന്ന പൊന്നാങ്കണ്ണി ചീരയില്ലേ, അത് നല്ലോണം കഴുകി എടുത്തിട്ട് കുനുകുനാന്ന് പറഞ്ഞ് അരിഞ്ഞെടുക്കുക കേട്ടോ. അതിൻ്റെ തണ്ടും ഇലയും കൂടിയാണ് അരിഞ്ഞെടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 1-2 പച്ചമുളക്, ഒരു കഷ്ണം ഉള്ളിയെല്ലാം മുറിച്ചിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചെറുകി നല്ലോണം സെറ്റാക്കി കടുക് വറുത്ത് അതിലങ്ങ് ഇടുകയാണ്. എന്നിട്ട് നല്ലോണം ഇളക്കിയെടുത്ത് നമ്മളെ ഉപ്പേരി സെറ്റ് പോകും. കണ്ടോ, നമ്മളെ പൊന്നാങ്കണ്ണി ചീരേൻ്റെ ഉപ്പേരിയും ചമ്മന്തിയും ചോറും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇപ്പം എണ്ണ തിന്നായി തോട്ടുന്ന കാടും പടലെല്ലാം പറിച്ചുകൊണ്ടെന്ന് ഉപ്പേരി വെച്ച് തിന്നതെന്ന്. ഇത് കാടും പടലൊന്നല്ല കേട്ടോ, അറിയുന്നവർക്കെല്ലാം അറിയാം. നല്ല ടേസ്റ്റുള്ള അടിപൊളി ചീര, എന്താന്നാ ടേസ്റ്റ്. ഇതും ചമ്മന്തിയും മാത്രമേ, അതിൻ്റെ കൂടെ ഒരു പൊരിച്ച മീനുണ്ടെങ്കിൽ സൂപ്പറാകും. പക്ഷെ ഇന്ന് മീനില്ലാത്തതിനെ കൊണ്ട് നമുക്ക് ചമ്മന്തിയും ചീരയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളെ തോട്ടിലൊക്കെ ഇത് നിറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊന്നും ഇത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കലില്ലേനെ, പിന്നെ ഹിന്ദിക്കാരൊക്കെ വന്ന് ഇവിടുന്ന് നിറയെ പറിച്ചുകൊണ്ടുവന്ന് കണ്ടു തുടങ്ങി. അതിന് ശേഷമാണ് നമ്മളിത് വെച്ച് കൂടുതലായിട്ട് തിന്നാൻ തുടങ്ങി കേട്ടോ.